കേശു എന്തിനാ അടുത്തത്? നീലമ്മ വന്നാ? ഓ കുഞ്ഞെന്താ വന്നേ? വെറുതെ വന്നതാ? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താണ്? ഡെലിവറി ബോയ് വന്ന കണ്ട്. അതിന് പക്ഷെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്താ ഓർഡർ ചെയ്തേ? അല്ല എന്താ ഓർഡർ ചെയ്തേ? അതറിയാഞ്ഞിട്ടൊരു സമാധാനം ഇല്ലല്ലേ? സ്വാഭാവികമായിട്ടും ആകാംക്ഷ ഉണ്ടാവുമല്ലോ. എന്താ അതിനകത്ത് എന്താ? അത് ഒന്ന് പറഞ്ഞു കൊടുക്കടാ, അല്ലെങ്കിൽ അത് ടെൻഷൻ അടിച്ച് വല്ല അറ്റാക്കും വരും ആ കൊച്ചിന്. ഈ അസുഖം ജന്മനുള്ളതാണ്. ഓർമ്മ വെച്ച നാളോട്ടുണ്ട് ഉണ്ടല്ലേ? എന്താന്ന് പറയടാ. അറിയില്ല. പറയടാ, ഞാൻ നിന്റെ ചേട്ടത്തിയമ്മയല്ലേ? കേശു പറഞ്ഞു കൊടുക്ക്, വല്ലതും പറ്റിയ പിന്നെ എന്നെ കൊണ്ടുപോയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ. അല്ല അങ്ങനൊന്നും പറ്റില്ല, പറ. അത് അച്ഛൻ ഓർഡർ ചെയ്തൊന്നുമില്ല, ഒരു സാധനം തിരിച്ചു വിട്ടത്. പാലുവച്ചനാ? ഓ, ആ സാധനത്തിന് പേരില്ലേ? ഒരു വാച്ച് ഓൺലൈനിൽ കണ്ട് ഗുമ്മുണ്ടായിരിക്കും വെച്ച് ഓർഡർ ചെയ്ത് വന്നപ്പോ ഗുമ്മില്ല, റിട്ടേൺ വിട്ട് കഴിഞ്ഞ്. പാലുവച്ചൻ ഭയങ്കര ഓൺലൈൻ പർച്ചേസ് അല്ലേ ഈ ഇടയ്ക്ക്? ഇങ്ങനെ കുറെ ഡെലിവറി ബോയ് വന്ന് പോകുന്നുണ്ടല്ലോ. ചേച്ചി എപ്പോഴും ഇങ്ങോട്ട് നോക്കിയിരിക്കുക, എപ്പോഴും. അയൽവാസി അല്ലേ, പിന്നെ ബന്ധുവായിപ്പോയി. സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്നൊക്കെ എന്താന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ചേച്ചി എന്ത് വിചാരിച്ച്? ചേച്ചിയുടെ പപ്പയ്ക്ക് മാത്രമേ കാശുള്ളന്നാ? ഇത്രയൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും? ഇത് എന്തോന്ന്, ലോട്ടറി വല്ല അടിച്ച? ഇത് ലോട്ടറി അടിച്ചാൽ മാത്രമേ നമ്മുടെ അച്ഛൻ്റെ കാശ് കാണത്തുള്ളൂ. നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിലും കാശ് കാണും. കാശുണ്ടെങ്കിൽ അച്ഛൻ അത് പൂത്തി പൂത്തി വെക്കാറുമില്ല, അച്ഛൻ ചെലവാക്കാറുണ്ട് കേട്ടാ. നല്ല വാടക വീട്ടിൽ താമസിക്കും. കൊച്ചെന്തേലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല, പാലച്ചന്റെ കാശുണ്ടെ പാലച്ചന് ഓർഡർ ചെയ്തിട്ട് ഞാൻ എന്താണ്, ഞാൻ പോണു. അല്ല ഇങ്ങോട്ട് വന്നേ, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വന്നേ. അയൽവാസി മാത്രല്ല ബന്ധുവും കൂടെ ആയിപ്പോയെന്ന് പറഞ്ഞല്ലോ. അല്ല ഈ വർത്താനവും പോക്കൊക്കെ കണ്ടിട്ട് അയൽവാസി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ എത്തി നോക്കി അവിടുത്തെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും, അസൂയ ഉണ്ടാവും. ബന്ധു എന്ന് പറയുമ്പോൾ അത് ലോജിക്കല്ല കേട്ടോ. പിന്നെ ഇത്രയും ഈ ക്യൂരിയോസിറ്റി എന്തിനാണ്? പിന്നെ നടന്നു പോയപ്പോ പിറുപുറത്തേണ്ട ഏതൊക്കെയോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്തൊക്കെയോ ചെയ്ത പോലെ പിറുപുറത്തോണ്ട് പോണ എന്തിനാണ്? അത് ഇവനെ മനസ്സിലായി ഇവൻ ഇനി വല്ല പൈസ കളയുന്നുണ്ടോ ഓർഡർ ചെയ്ത്? ഞാൻ ഇവിടുത്തെ ചേച്ചിയല്ലേ ഇവരുടെ, അപ്പൊ ശ്രദ്ധിക്കണ്ടേ? നീലമ്മ ഇല്ലാത്ത സമയത്ത് ഈ പിള്ളേർ വല്ല ഓർഡർ ചെയ്ത് പൈസ കളഞ്ഞാൽ ഇവള് വല്ല ക്രെഡിറ്റ് കാർഡ് ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഇത്രയും കാലം അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്യോ? ഇല്ലല്ലേ? ഞങ്ങൾക്ക് തോന്നുന്നില്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല കാര്യമാണ്, ചേട്ടത്തിയമ്മയല്ലേ, എല്ലാം ശ്രദ്ധിക്കുക, നല്ല കാര്യം. ശ്രദ്ധിക്കുന്നുണ്ട് പോട്ടെ. ഇങ്ങനെ എല്ലാം കഴിച്ചായിരുന്നോ കുഞ്ഞ്? ചേട്ടൻ വല്ലതും തന്നായിരുന്നോ? വാ തരാം. പിന്നെ എനിക്കും വേണം. വാ. ഹലോ, ഇതെന്തത് മൊത്തം പർച്ചേസാ? സൈറ്റിൽ പോണ വഴിയില്ലേ അവിടെ കടയിൽ എഴുതി വെച്ചിട്ട് 50% ഓഫർ ഒന്നും പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം കൂടെ വാങ്ങാൻ കൂട്ടി. ആ ദിയ പറഞ്ഞിരുന്നു ഒരു കടയിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്, എന്തായാലും പോണെന്നൊക്കെ പറഞ്ഞിട്ട്. ബാലു, കയ്യിലൊരു കട ഫുൾ ഉണ്ടല്ലോ. പപ്പയോട് പറഞ്ഞ സമയത്ത് ബാലച്ചനോട് പറഞ്ഞാൽ മതിയായിരുന്നു കടയിൽ പോകുന്ന കാര്യം. മോക്ക് മാച്ചിട്ടുണ്ട്. എനിക്കാ? പിടിച്ചോ. താങ്ക്സ്. എന്തിനാ ബാലു വെറുതെ കയ്യിലെ പൈസകൾ? എന്റെ ആവശ്യം ഉണ്ടായിരുന്നു, വേണ്ടായിരുന്നു? പൈസ എടുത്ത് കയ്യിൽ വെച്ചോണ്ടിട്ട് ഒന്നും വാങ്ങിക്കണ്ട, ബാങ്ക് കൊണ്ട് ഇട്ടാലല്ലേ. എന്നിട്ട് പറയാം എന്റെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറയാം. ബാലു, ആ കാര്യത്തിൽ ഞാനൊന്നും എഗ്രി ചെയ്യില്ല. എന്താ അറിയോ, പൈസ നമ്മൾ ഭാവിക്ക് വേണ്ടി എടുത്തു വെക്കണമെന്ന് ഒരു സേഫ്റ്റി വേണ്ടേ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ? ആണോ? എനിക്ക് എപ്പോഴാ രാംകുമാറാ ഭാവിക്ക് എന്റെ പൈസ കൂട്ടി വെക്കുമല്ലേ? ഇപ്പൊ രാംകുമാറിന്റെ 1 ലിറ്റർ വെള്ളം കയ്യിരിക്കാണ്. രാംകുമാറിന് ഇപ്പൊ നല്ല ദാഹം. അപ്പൊ രാംകുമാർ വിചാരിക്കാണ് ഇപ്പൊ കുടിക്കണ്ട, ഭാവിയിലേക്ക് കുടിക്കാന്ന് വിചാരിച്ചു വെച്ചാ കുടിക്കൂ, നടക്കുവോ? അത് എന്തായാലും വെള്ളം കുടിക്കും. പക്ഷെ ഇതങ്ങനല്ലല്ലോ. അതാണ് എന്നാ ഒരു ഫിലോസഫിയാ, പണവും വെള്ളവും. റിയൽ ജീനിയസ്. പക്ഷെ ദിയ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ബാലുവിന്റെ അടുത്ത് എഗ്രി ചെയ്യില്ല. എന്താ അറിയോ, വെള്ളം ഒരു ബേസിക് നീഡ്, പണം അങ്ങനെയല്ല, ബേസിക് നീഡല്ല. അത് ഫ്യൂച്ചറിൽ എപ്പോൾ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എടുത്തു വെക്കണം. ബാലുവച്ച പറയുന്ന കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിമണ്ഡലം പപ്പയ്ക്ക് വളർന്നിട്ടില്ല. നീ മിണ്ടാണ്ടിരുന്നേ, നീ പപ്പയുടെ കളിക്കുന്നേ? പപ്പ ഇങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? അല്ല, നിന്റെ ബാലോചന ചെയ്യുന്ന മാത്രമാണ് എല്ലാം ശരി എന്നുള്ള നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ശരിയല്ല. രണ്ടുപേരും ഒരുപോലെ കാണണം. ഞാൻ കാരണം ഇവിടെ വഴക്കൊണ്ടാണോ ഞങ്ങൾ പോയേക്കാം കേട്ടാ. അയ്യോ ബാലു, വഴക്കൊന്നും ശരി, നമുക്ക് കാണാമല്ലോ. അനിപ്പോ പോകണ്ടല്ലേ, കിട്ടിയല്ലേ? അല്ല, ഇത് ബാലോചന സെലക്ഷൻ, നീ പപ്പയ്ക്ക് സെലക്ട് ചെയ്യാലോ. ബെസ്റ്റ്. വെള്ളം ഒഴിക്കട്ടെ. വാങ്ങിച്ചു കൊടുത്തേക്ക്. ഫിലോസഫി അല്ലേ, വെള്ളം എല്ലാം ഒന്നല്ലേ, പൈസയും വെള്ളം. ഇനിയിപ്പോ നമുക്ക് വെള്ളം മതി. നല്ല സെലക്ഷൻ കേട്ടോ, അടിപൊളി. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കുട്ടിക്ക്. എനിക്കൊന്ന് വാങ്ങിച്ചോ? വെള്ളം തരാം. അച്ഛാ,
ആ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണ്. സൈസ് എല്ലാം കറക്റ്റ് തന്നെ? സൈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സൈസ്. ആ പക്ഷേ നീ ശ്രദ്ധിക്കണം കേട്ടാ, ഈടായിട്ട് തടി കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ ബാലുവേ എന്തോന്നത് കുറെ പൈസ ആയിട്ടുണ്ടല്ലോ ഇത് എല്ലാം കൂടി. ഇനി ഞാനല്ലേ പൈസ കൊടുക്കുന്നത്? ബാങ്കല്ലേ? ബാങ്കാ? ബാങ്ക് ഇങ്ങനെ പൈസ കൊടുക്കണ? എടീ ഞാൻ ഒരു ചെറിയ ബാങ്കിനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലേ, ലോൺ തരാം ക്രെഡിറ്റ് കാർഡ് തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു കാർഡ് തന്നു. അപ്പം അത് വെച്ചല്ലേ നമ്മളെ മൊത്തം പർച്ചേസ് ചെയ്യണത്. റെസ്റ്റോറൻറ്റ്, പിന്നെ പെട്രോൾ പമ്പ്, എയർപോർട്ട് വരെ പോവാം. എയർപോർട്ടിൽ പോണില്ലല്ലേ? അടുത്ത മാസം പോകണ്ടല്ലോ എഞ്ചിനീയറായിട്ട്. അപ്പോൾ എനിക്ക് ലോഞ്ചിൽ യൂസ് ചെയ്യാം. അടുത്ത മാസം എഞ്ചിനീയറായിട്ട് ഞാൻ എയർപോർട്ടിൽ പോകണ്ട്. അപ്പോൾ എനിക്ക് ലോഞ്ചിൽ ഇത് യൂസ് ചെയ്യാം. അല്ല അങ്ങനെയാണെങ്കിൽ അച്ഛനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾ വരാം, അതാകുമ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യല്ലേ? ഇല്ല, അത് ഉള്ളി പാസഞ്ചേഴ്സിന് മാത്രമേ അകത്തേറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങളെപ്പോലെ ഒരുപാട് പർച്ചേസ് ചെയ്ത് തള്ളി മറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ബാങ്ക് കൊടുക്കുന്നതാണ് ഇത്. ഇത് മൊത്തം അങ്ങോട്ട് നിന്നെ പർച്ചേസ് ചെയ്യാൻ നിന്നെ പണി കിട്ടും കേട്ടോ. അത് നീ വലിയ എംകോം കാര്യങ്ങളൊക്കെ സമ്മതിച്ച്, പക്ഷെ ഭാവിനെ ക്രെഡിറ്റ് കാർഡ് പഠിപ്പിക്കാൻ വേണ്ടിയേ നീ വളർന്നില്ല കേട്ടാ. ഭാവിനെ അറിയാം അങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണില്ല. പണ്ട് പോലെ നിന്റെ അടുത്ത് ആറ്റും ഇങ്ങനെ ചോദിച്ചോണ്ട് അങ്ങനെ ഭാരം അല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഹോൾഡറാണ്, 2 ഉണ്ട്, 1 പ്ലാറ്റിനം കാർഡാണ്. പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരെ പഠിപ്പിക്കൽ നിർത്തി, അനുഭവിക്കരുന്ന് എന്തെങ്കിലും പറ്റുമ്പോൾ. ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് അനുഭവിച്ചോളാം. എന്ത് കിട്ടിയാലും അനുഭവിക്കലല്ലേ. എന്നിട്ട് ബാക്കിയുള്ളത് തലവേദന മൊത്തം എനിക്ക് തലയിലിട്ട് വെച്ചിരുന്നാ നീ ചുമന്നോ നടന്നോ, ഇത് ജീവിതകാലം മുഴുവൻ എനിക്കെല്ലാം ചുമക്കേണ്ടി വരും. അത് ഇത്രയും ഇതിപ്പോൾ താണ്ട ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ. ഇത്രയും ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിക്കാം. അരി, പഞ്ചാര, പയർ, കടല, സവാള, തക്കാളി, ഉരുവ, ക്യാരറ്റ്, കൺമേഷൻ, സിന്ദൂരം, വെണ്ടയ്ക്ക, പടവലം, പാവയ്ക്ക, വെള്ളരിക്ക, മത്തൻ, തേയില, പരിപ്പ്, പുളി, കായ, വെങ്കടല, പപ്പടം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മട്ടരി, വെണ്ടയ്ക്ക, വെളുത്തുള്ളി, വഴുതലങ്ങ, തേങ്ങ. പടവലം മാത്രം എഴുതിയാൽ മതി. പടവല്ല നേരത്തെ വായിച്ചു കേട്ടാ. ഇത് ക്രെഡിറ്റ് കാർഡൊന്നും വാങ്ങണ്ട. ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ വെച്ചത് ഞാൻ വാങ്ങിക്കോളാന്ന് ഇതൊക്കെ. ഞാൻ വാങ്ങിച്ചോളാം, നീ പോകരുത്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. വാങ്ങിക്കട്ടെ അമ്മ, അച്ഛൻ വാങ്ങിച്ചിട്ട് നീ അച്ഛനോട് അനുഭവിക്കടാ. പോയോ? പ്രാതരുണ്ട് മനുഷ്യന്, ഓരോ കാലമായി തുടങ്ങിട്ട്. എപ്പോ നോക്കിയാലും ഓരോ പണി തരല്ല മനുഷ്യന്. ഞാനല്ലാണ്ട് നിങ്ങളെ ലോകത്താരും സഹിക്കൂല ഇങ്ങനെ. ക്രെഡിറ്റ് കാർഡ് കിട്ടിയാലും കുറ്റം. എന്താണേ ഫോണ് തീറ്റി പറയണ കേട്ടാ. നിക്കടാ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കാവടാ. അച്ഛൻ അടുത്തന്നെ നിന്നോ. എല്ലാത്തിനും അച്ഛൻ ഇങ്ങനെ പൊക്കി പാനോളം പോളിച്ചിട്ട് അവസാനം കൊണ്ട് താഴെ ഇടും. എന്നിട്ട് അവസാനം എൻ്റെ അതിലിട്ട് വരും. എന്നിട്ട് അവൻ കൈ കഴുകും. എപ്പോഴും സ്ഥിരമുള്ള പരിപാടിയാണ്. അച്ഛനെ പോകഴ്ത്താൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരുത്തൻ. ഇതെന്താ ടൈപ്പ് റൈറ്റിംഗ് അടിക്കാൻ? ആ വരണ്. എന്റെ പൊന്നമ്മ ഒന്നുമില്ലമ്മ, പോമ്മ. ചേടാ പിന്നെ ഈ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുമോ ഈ സാധനം വെച്ച്? എല്ലാം ചെയ്യണേ. അപ്പൊ ഓക്കെ. ഒന്നുമില്ല നിനക്ക്. അവൻ എന്താ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? അവൻ എന്തോ ഓർഡർ ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? ഒരു ബോധം എന്താ നീ ഇപ്പൊ ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പോക്കേ തീരെ എന്ത് എപ്പോഴാണ് തിന്നാൻ വേണ്ടി അവന്റെ തീറ്റപ്രാന്തൊന്നും മാറ്റി. ഒരു ബോധം തള്ളയാണെന്ന് പറഞ്ഞിട്ട് പോയത്. അത് എന്നെ പറഞ്ഞാൽ മതി. ഇതിന്റെയൊക്കെ താളത്തിന് തുളണ എന്നെ വേണം തല്ല.